വീണ വിജയന്റെ പേരിലുള്ള ലേക്കർ ഇന്ത്യ കമ്പനിയെ പറ്റിയുള്ള ചോദ്യത്തോട് ഉരുണ്ടു കളിച്ച മുഹമ്മദ് റിയാസ് എംഎൽഎ സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സ്ഥാപനം തുടങ്ങാനും പൂട്ടാനും തുടങ്ങിയവർക്ക് അവകാശമുണ്ട് എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം. ആദ്യം റിയാസിന്റെ പ്രതികരണത്തിലേക്ക്. എന്തായാലും ആ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് അനഘ ഹർഷൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനഘ, അതായത് ഈ ലേക്കർ ഇന്ത്യയുമായി ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത തന്നെയാണ്. ആ ദുരൂഹത ഈ ലേക്കർ ഇന്ത്യ എന്നൊരു കമ്പനിയെ പറ്റി എന്താണ് വീണയുമായി ചുറ്റിപ്പറ്റി നടന്ന റെയ്ഡിന് പിന്നാലെ വിവരങ്ങൾ വരുന്നു. അതിന് പിന്നാലെ ദേ ഇപ്പോൾ റിയാസ് തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉരുണ്ടുകളി നടത്തുമ്പോൾ ആ ദുരൂഹത നീങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലേ? തീർച്ചയായും രാഖി, അതായത് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി അതൊരു കടലാസ് കമ്പനിയാണ് എന്നുള്ളതായിരുന്നു ഈ നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഈ വീണയുടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആ സ്ഥാപനം എവിടെയാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. പക്ഷെ തന്റെ നോമിനേഷനിൽ അത്തരത്തിലൊരു കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു കമ്പനി സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം എവിടെയാണ്, എന്തുകൊണ്ട് നിർത്തി എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം തരേണ്ടത് മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഇത്തരം അനധികൃതമായി സമ്പാദിച്ച പണമൊക്കെ ഇത്തരം കമ്പനികളുടെ പേരിലേക്ക് വകമാറ്റി എന്നുള്ളത് കൂടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അത്തരത്തിലൊരു കമ്പനിയാണ് ലേക്കർ ഇന്ത്യ എന്നതിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ രീതിയിൽ ഒരു പ്രതികരണം, ഒരു ഉരുണ്ട് കളിച്ചൊരു പ്രതികരണം മുഹമ്മദ് റിയാസ് നടത്തുന്നത്. മറ്റൊന്ന്, ഇന്നലെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇഡിയുടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഈ റെയ്ഡ് സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്, അതായത് ഈ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇഡി സംഘം ഇന്നലെ നടന്ന റെയ്ഡിൽ നിന്ന് മടങ്ങിയത് എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്തായാലും ആ റിയാസിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിച്ച ശേഷം അനഖയിലേക്ക് മടങ്ങിയത്. കൃത്യമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള സ്ഥാപനം ഏതാന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥാപനം ഏത് നമ്മൾ പറഞ്ഞല്ലോ. അത് അന്വേഷിച്ച് ഇ ഡി എന്ന് പുറത്തു വരുന്നത് ഇഡിയുടെ ആര് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയേണ്ടത് പറഞ്ഞു, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഓരോന്നിനും നിയമപരമായി കൈകാര്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന്. അനക്ക, അതായത് റിയാസിന് പറയാനുള്ളതൊക്കെ റിയാസ് പറഞ്ഞു. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും വേണ്ട, അതിന് കൃത്യമായ ഒരു ഉത്തരം റിയാസിന്റെ പക്കലില്ല എന്നുള്ളത് ആ ഒരു ശരീരഭാഷയിൽ തന്നെ വ്യക്തവുമാണ്. എന്തായാലും ലേക്കർ ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചാൽ റിയാസിന് ഉത്തരമില്ല, അല്ലെങ്കിൽ വീണയ്ക്ക് ഉത്തരമില്ല എന്നത് ഒരിക്കൽ കൂടി അടിവരയിടുകയാണല്ലോ ഈ പ്രതികരണം. നോക്കൂ രാഖി, അതായത് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട്ടെ പന്തരങ്കാവിലെ ഒരു സ്ഥലത്താണ്. പക്ഷേ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമോ അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നോ ഇല്ല. ഒരു ഗോഡൌൺ മാത്രമാണ് ഈ സ്ഥലത്ത് ഉള്ളത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിനെ സംശയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്ന പണം ഈ രീതിയിൽ ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് മാറ്റി എന്നുള്ളതൊക്കെയായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ കമ്പനിയെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോട് ചോദിച്ചത്. ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയായിരുന്നു. പക്ഷേ ഒരു മറുപടിയും പറഞ്ഞില്ല. ഒരു സ്ഥാപനം തുറക്കാം, അത് പൂട്ടാം, അത് സ്ഥാപന ഉടമയ്ക്കാണ് അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ നടന്ന റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ തന്റെ സുഹൃത്തുക്കളെ കൂടി കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇ ഡി സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പക്ഷേ മുഹമ്മദ് റിയാസിനെ കൂടി ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡി സംഘം കടക്കും എന്നുള്ള കാര്യത്തിലേക്ക് കൂടിയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന റെയ്ഡിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വീണ വിജയന്റെ പേരിലുള്ള ലേക്കർ ഇന്ത്യ കമ്പനിയെ പറ്റിയുള്ള ചോദ്യത്തോടാണ് ഈ മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഉരുണ്ടുകളി എന്നുള്ളതാണ്. സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. പക്ഷേ സ്ഥാപനം തുടങ്ങാനും എന്തിനേറെ പൂട്ടാനും തുടങ്ങിയവർക്ക് അവകാശമുണ്ട് എന്ന ന്യായീകരണമാണ് റിയാസ് നടത്തിയത്. അനഖയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.